നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ? മനുഷ്യൻ നക്ഷത്രങ്ങളെ നോക്കാൻ തുടങ്ങിയ കാലം മുതൽ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അതിനേക്കാൾ കൂടുതൽ ഗ്രഹങ്ങളുമുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ ജീവന്റെ തുടിപ്പുള്ള ഒരേ ഒരു തരിമണ്ണ് ഈ ഭൂമി മാത്രമാണോ? ഇതിനെ ഫെർമി പാരഡോക്സ് എന്ന് വിളിക്കും. എല്ലാവരും ഉണ്ടെങ്കിൽ അവരെവിടെ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി സ്റ്റീഫൻ ഹോക്കിംഗ്, കാൾ സാഗൻ, നിക്കോള ടെസ്ല പോലെയുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞർ അവരുടെ ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ചു. പക്ഷേ അവർക്കൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒന്ന് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത നിങ്ങൾ കേട്ടോ? പത്രങ്ങളിലും ചാനലുകളിലും നിങ്ങൾ കണ്ടിരിക്കും. ഭൂമിയിൽ നിന്ന് 124 പ്രകാശവർഷം അകലെ ജീവന്റെ ഏറ്റവും വലിയ തെളിവ് കണ്ടെത്തി. അന്യഗ്രഹജീവികൾ വെറും കെട്ടുകഥയല്ല എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഇതുപോലെ വാർത്തകൾ വരാറുണ്ട്. ചൊവ്വയിൽ വെള്ളം കണ്ടു, വ്യാഴത്തിന്റെ ഉപഗ്രഹത്തിൽ ജീവന് സാധ്യത, അങ്ങനെ പലതും. പക്ഷെ ഇത്തവണത്തെ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശാസ്ത്രലോകം ഇത്രയധികം ആവേശത്തിലാകാൻ ഒരു കാരണമുണ്ട്. ഈ കണ്ടെത്തൽ വെറും ഒരു സാധ്യതയല്ല, മറിച്ച് ജീവൻ പുറത്തുവിടുന്ന ഒരു രാസ സിഗ്നൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കാം. ഇതും പഴയ കഥ പോലെ ഒരു തട്ടിപ്പാണോ, അതോ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണോ? ഈ വീഡിയോയുടെ അവസാനം ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഞാനായിരിക്കില്ല, നിങ്ങളായിരിക്കും. കാരണം ഇതിന് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രം ഒരു സിനിമ കാണുന്നത് പോലെ ലളിതമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ പോവുകയാണ്. കെപ്ലറിന്റെ കണ്ണുകളും K218b എന്ന അത്ഭുതവും. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 2009 മാർച്ച് 7-നാണ്. നാസയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ആരംഭിച്ചു. കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ്. ഭൂമിയുടെ ഭ്രമണപഥത്തിലല്ല, സൂര്യന്റെ ഭ്രമണപഥത്തിലാണ് കെപ്ലറിനെ സ്ഥാപിച്ചത്. കാരണം അതിന്റെ ലക്ഷ്യം സാധാരണമായിരുന്നില്ല. കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നമ്മുടെ ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുക. അതിന് ഭൂമി ഒരു തടസ്സമാകാൻ പാടില്ലായിരുന്നു. വർഷങ്ങളോളം കെപ്ലർ പ്രപഞ്ചത്തിന്റെ അനന്തമായ ഇരുട്ടിലേക്ക് കണ്ണുചിമ്മാതെ നോക്കിയിരുന്നു. ഒരേ ഒരു കാര്യത്തിനു വേണ്ടി, ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഗ്രഹങ്ങളെ കണ്ടെത്താൻ. എന്താണിതെന്നല്ലേ? സങ്കല്പിക്കുക, ദൂരെ കത്തുന്ന ഒരു ബൾബിന് മുന്നിലൂടെ ഒരു ഈച്ച പറന്നു പോകുന്നു. ആ നിമിഷം ബൾബിന്റെ വെളിച്ചത്തിൽ നേരിയൊരു മങ്ങലുണ്ടാവില്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരു ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ നക്ഷത്രത്തിന്റെ വെളിച്ചം ചെറുതായി കുറയും. കെപ്ലർ എത്രത്തോളം ശക്തിശാലിയായിരുന്നു എന്നറിയാമോ? 1000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കാറിന്റെ ഹെഡ്ലൈറ്റിന് മുന്നിലൂടെ ഒരു കൊതുക് പറന്നാൽ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ കുറവ് പോലും കണ്ടെത്താൻ അതിന് കഴിയുമായിരുന്നു. കെപ്ലറിന്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ പ്രപഞ്ചം നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കി. പക്ഷേ 2013 അപ്രതീക്ഷിതമായി കെപ്ലറിന്റെ 4 റിയാക്ഷൻ വീലുകളിൽ 2 തകരാറിലായി. ഒരു വാഹനത്തിന്റെ സ്റ്റീറിംഗ് പോലെ ടെലസ്കോപ്പിന്റെ ദിശ നിയന്ത്രിക്കുന്ന ഒന്നാണിത്. ഇതോടെ കെപ്ലറുടെ ദൗത്യം 90% പരാജയപ്പെട്ടുവെന്ന് എല്ലാവരും കരുതി. എന്നാൽ മനുഷ്യന്റെ കഴിവിനെ ഒരിക്കലും കുറച്ചു കാണരുത്. എഞ്ചിനീയർമാർ ഒരു ബ്രില്യന്റ് ഐഡിയ കണ്ടെത്തി. സൂര്യരശ്മിയിൽ നിന്നുള്ള അതിസൂക്ഷ്മമായ മർദ്ദം ഒരു സെയിൽ പോലെ ഉപയോഗിച്ച് ടെലസ്കോപ്പിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു വഴി. ഈ തന്ത്രം ദൗത്യത്തെ രക്ഷിച്ചെങ്കിലും കെപ്ലറിന് പ്രപഞ്ചത്തിന്റെ ഒരു നിശ്ചിത ഭാഗത്തേക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ പുതിയ ദൗത്യത്തിന് K2 മിഷൻ എന്ന് പേരിട്ടു. അങ്ങനെ 2015 ആ ദൗത്യമാണ് നമ്മുടെ കഥാനായകനായ K218b എന്ന ഗ്രഹത്തെ കണ്ടെത്തുന്നത്. ഒരു പുതിയ ലോകം, ഹൈസിയൻ വേൾഡ്. K218bയെക്കുറിച്ചുള്ള ആദ്യത്തെ ഡേറ്റ ശാസ്ത്രജ്ഞരെ ശരിക്കും കുഴപ്പത്തിലാക്കി. നമ്മുടെ സൗരയൂഥത്തിൽ എങ്ങും കാണാത്ത ഒരു തരം ഗ്രഹമായിരുന്നു അത്. ഒരു മിനി നെപ്റ്റ്യൂൺ. ഭൂമിയുടെ 2.6 ഇരട്ടി വലിപ്പമുള്ളതും 8.6 ഇരട്ടി മാസ് ഉള്ള ഒരു ഗ്രഹം. ഒന്ന് ചിന്തിക്കൂ, ഒരു വലിയ തെർമോകോൾ പന്തും ഒരു ചെറിയ ഇരുമ്പ് പന്തും എടുക്കുക. തെർമോകോൾ പന്തിനാണ് വലിപ്പം കൂടുതൽ, പക്ഷെ ഭാരം കൂടുതൽ ഇരുമ്പ് പന്തിനാണ്. അതുപോലെ K218b അതിന്റെ ഭീമാകാരമായ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അതിശയകരമായി ഭാരം കുറവായിരുന്നു. ഇതിന്റെ അർത്ഥം അത് ഭൂമിയെപ്പോലെ പാറകൾ നിറഞ്ഞ ഗ്രഹമല്ല, വ്യാഴത്തെ പോലെ പൂർണ്ണമായും വാതകങ്ങൾ നിറഞ്ഞ ഗ്രഹവുമല്ല. പിന്നെ എന്തായിരിക്കാം അത്? ഉത്തരം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: വെള്ളം. ഒരു പക്ഷേ ഈ ഗ്രഹം മുഴുവൻ കിലോമീറ്ററുകൾ ആഴമുള്ള ഒരു മഹാസമുദ്രത്താൽ മൂടപ്പെട്ട ഒന്നായിരിക്കാം. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കണക്കുകൂട്ടലുകൾ പ്രകാരം ഗ്രഹത്തിലെ ശരാശരി താപനില -8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഈ കൊടും തണുപ്പിൽ വെള്ളം ഉറച്ച് ഐസായി പോകും. അപ്പോൾ പിന്നെ ജീവന്റെ സാധ്യത അവസാനിച്ചോ? ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ നിക് മധുസൂദനും സംഘവും കടന്നുവന്നത്. അദ്ദേഹം ഒരു വിപ്ലവകരമായ പുതിയ തിയറി മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിൽ K218b പോലെയുള്ള മിനി നെപ്റ്റ്യൂണുകൾ സാധാരണമാണ്. നമ്മൾ എന്തിനാണ് എപ്പോഴും ഭൂമിയെ പോലെയുള്ള പാറഗ്രഹങ്ങളിൽ മാത്രം ജീവനെ തെരയുന്നത്? നിക് മധുസൂദൻ ഈ ഗ്രഹങ്ങൾക്കൊരു പുതിയ പേര് നൽകി: ഹൈസിയൻ വേൾഡ്സ്. അതായത് ഹൈഡ്രജനും ഓഷനും ചേർന്ന ലോകങ്ങൾ.
ഈ തിയറി പ്രകാരം ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷം 80-90% ഹൈഡ്രജൻ വാതകം കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ ഹൈഡ്രജൻ ഒരു പുതപ്പ് പോലെ പ്രവർത്തിച്ച് ഗ്രഹത്തിലെ ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തും, ഒരു ഗ്രീൻ ഹൌസ് എഫക്റ്റ് പോലെ. അങ്ങനെ സമുദ്രത്തിലെ ജലം ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഓക്സിജന് പകരം ഹൈഡ്രജൻ ശ്വസിക്കുന്ന ജീവികൾ, 100 കണക്കിന് കിലോമീറ്റർ ആഴമുള്ള സമുദ്രങ്ങൾ. നമ്മുടെ ഭൂമിയിലെ വെറും 10 കിലോമീറ്റർ ആഴമുള്ള മറിയാന ട്രഞ്ചിൽ ഇത്രയധികം വിചിത്ര ജീവികൾ ഉണ്ടെങ്കിൽ അതിന്റെ 100 ഇരട്ടി ആഴമുള്ള ഒരിടത്ത് എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും കാത്തിരിക്കുന്നത്. ജെയിംസ് വെബിന്റെ വെളിപ്പെടുത്തൽ നിക് മധുസൂദന്റെ തിയറി വളരെ മികച്ചതായിരുന്നു. പക്ഷേ അതൊരു തിയറി മാത്രമായിരുന്നു. K2-18bയുടെ അന്തരീക്ഷത്തിൽ എന്താണുള്ളതെന്ന് കണ്ടെത്താതെ ഒന്നും ഉറപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. അതിന് കെപ്ലറിനോ അതിനുശേഷം വന്ന ഹബിൾ ടെലസ്കോപ്പിനോ പൂർണ്ണമായി കഴിഞ്ഞില്ല. ആ സമയത്താണ് മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും സങ്കീർണമായ ടെലസ്കോപ്പ് അതിന്റെ യാത്ര ആരംഭിക്കുന്നത്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. ഹബിൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയാണെങ്കിൽ ജെയിംസ് വെബ് ഒരു 8K കളർ ഹൈ ഡെഫിനിഷൻ ടിവിയാണ്. ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലൂടെ നക്ഷത്രത്തിന്റെ പ്രകാശം കടന്നു വരുമ്പോൾ ആ പ്രകാശത്തിലെ ചില തരംഗങ്ങളെ, വേവ് ലെങ്സ്, അന്തരീക്ഷത്തിലുള്ള തന്മാത്രകൾ ആഗിരണം ചെയ്യും. ഓരോ തന്മാത്രയ്ക്കും അതിൻ്റെതായ ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഈ ഫിംഗർ പ്രിന്റ് വിശകലനം ചെയ്താൽ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണെങ്കിലും ആ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ വാതകങ്ങളുണ്ടെന്ന് കൃത്യമായി പറയാൻ കഴിയും. ഈ രീതിയെ ട്രാൻസ്മിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നു. ഒരു വർഷത്തോളം ജെയിംസ് വെബ് K2-18bയെ നിരീക്ഷിച്ചു. 2023 സെപ്റ്റംബറിൽ ഫലം പുറത്തുവന്നപ്പോൾ ശാസ്ത്രലോകം ശരിക്കും ഞെട്ടി. അവിടെ മീഥേൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പക്ഷേ അതോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞർ വർഷങ്ങളായി തിരയുന്ന ഒരു ബയോസിഗ്നേച്ചർ, അതായത് ജീവന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാസവസ്തു. ഭൂമിയിൽ ജീവന്റെ, പ്രത്യേകിച്ച് സമുദ്രജീവികളുടെ മാത്രം ഉൽപ്പന്നമായ ഒരു തന്മാത്ര, ഡൈമീഥൈൽ സൾഫേറ്റ് DMS. നിങ്ങൾ കടൽ തീരത്ത് പോകുമ്പോൾ അനുഭവിക്കുന്ന ആ പ്രത്യേക ഗന്ധമുണ്ടല്ലോ, അതിന് കാരണം ഈ DMS ആണ്. ഭൂമിയിൽ ആൽഗകളും പ്ലാങ്ക്ടണുകളും പോലുള്ള സൂക്ഷ്മ സമുദ്രജീവികളാണ് ഇത് പുറത്തുവിടുന്നത്. ജീവനില്ലാത്ത ഒരു പ്രക്രിയയിലൂടെ DMS ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. മീഥേൻ കിട്ടുന്നത് ജീവന്റെ ഒരു അടക്കം പറച്ചിലാണെങ്കിൽ DMS കിട്ടുന്നത് പ്രപഞ്ചത്തിലേക്ക് മുഴങ്ങുന്ന ഒരു അലർച്ചയാണ്. അവിടെ DMSന്റെ അളവ് ഭൂമിയിലുള്ളതിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതലാണ്. ഇത് ശരിയാണെങ്കിൽ, നിക് മധുസൂദന്റെ ഹൈഷിയൻ വേൾഡ് എന്ന ആശയം ശരിയാണെങ്കിൽ, ആ ഗ്രഹം മുഴുവൻ സമുദ്രജീവികളാൽ നിറഞ്ഞിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ഭാവനകൾക്കും അപ്പുറമുള്ള ജീവികൾ അവിടെ പരിണമിച്ചുണ്ടായിട്ടുണ്ടാവാം. ഇതൊരു നിസ്സാര കണ്ടെത്തലല്ല. അന്യഗ്രഹ ജീവൻ കണ്ടെത്താനുള്ള മനുഷ്യന്റെ അന്വേഷണത്തിലെ ഏറ്റവും വലിയൊരു മുന്നേറ്റമാണിത്. പക്ഷേ ശാസ്ത്രത്തിൽ ഒരു കാര്യം 100% ഉറപ്പിക്കാതെ ആഘോഷിക്കാൻ സാധിക്കില്ല. ശാസ്ത്രജ്ഞർ ഇപ്പോഴും ചില വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ്. സ്ഥിരീകരണം. നിലവിൽ ലഭിച്ച തെളിവുകൾക്ക് 99.7% കൃത്യതയുണ്ട്. 3 സിഗ്മ ലെവൽ. ഇത് ഇങ്ങനെ ചിന്തിക്കാം. നിങ്ങൾ ഒരു ജനത്തിരക്കേറിയ മാർക്കറ്റിൽ ദൂരെ നിന്ന് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കണ്ടു. അത് അവനാണെന്ന് നിങ്ങൾക്ക് 99.7% ഉറപ്പുണ്ട്. എന്നാൽ 5 സിഗ്മ ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവന്റെ അടുത്ത് ചെന്ന് തോളിൽ തട്ടി അത് അവൻ തന്നെയാണെന്ന് 99.99994% ഉറപ്പിക്കുന്നത് പോലെയാണ്. ശാസ്ത്രത്തിന് ഈ രണ്ടാമത്തെ ഉറപ്പ് കൂടിയേ തീരൂ. മറ്റെന്തെങ്കിലും സാധ്യത, ജീവനില്ലാതെ മറ്റെന്തെങ്കിലും ഭൗതിക രാസപ്രവർത്തനങ്ങളിലൂടെ, ഉദാഹരണത്തിന് അജ്ഞാതമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിലൂടെയോ മറ്റോ DMS ഉണ്ടാകാൻ അവിടെ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നുണ്ട്. കാണാതായ കണ്ണി. ശാസ്ത്രീയ മോഡലുകൾ അനുസരിച്ച് DMS ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ ഈഥൈൻ എന്നൊരു വാതകം കൂടി ഉണ്ടാകണം. എന്നാൽ ഇതുവരെ ജെയിംസ് വെബിന് ഈഥൈനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നിക് മധുസൂദനും സംഘവും. ഒരുപക്ഷെ അവർ ഒരു തെറ്റായ വാതിലിലായിരിക്കാം മുട്ടുന്നത്. അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിന്റെ തൊട്ടരികിലായിരിക്കാം അവർ. അവസാനമായി ഒരു കാര്യം കൂടി. ഈ കണ്ടെത്തൽ ശരിയായാലും തെറ്റായാലും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജിജ്ഞാസ, അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹം. അതാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തി.
കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിൽ നമ്മൾ തിരയുന്നത് മറ്റൊരു ജീവന്റെ തുടിപ്പാണ്. ഒരുപക്ഷെ ആ തുടിപ്പ് കണ്ടെത്തുന്നതിലൂടെ ഭൂമിയിലെ മതങ്ങളുടെയും രാജ്യങ്ങളുടെയും അതിർത്തികളും വേർതിരിവുകളും മറന്ന് ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ പൊടിപടലത്തിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ ഒന്നാകാൻ നമുക്ക് കഴിഞ്ഞേക്കാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? K218bയിൽ ജീവനുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എങ്ങനെയുള്ള ജീവികളെയാണ് നിങ്ങൾ അവിടെ സങ്കല്പിക്കുന്നത്? നിങ്ങളുടെ ഭാവനകൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ നേടാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.